കേരളത്തിൽ വൻ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ശേഷം അധികാരത്തിലേറിയ UDF സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ചു. വമ്പൻ പ്രഖ്യാപനങ്ങളും ജനക്ഷേമ പദ്ധതികളൊക്കെ ബജറ്റിലുണ്ടെന്ന് സർക്കാർ അഭിപ്രായപ്പെടുന്നുണ്ട് എങ്കിലും ഇത് വെറും വാഗ്ദാന ലംഘനങ്ങളുടെ ബജറ്റ് മാത്രമാണെന്നാണ് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായം. എന്താണ് ജനങ്ങളുടെ അഭിപ്രായമെന്ന് നമുക്ക് നേരിട്ടൊന്ന് ചോദിച്ചറിയാം ഈ ബജറ്റിനെ പറ്റിയിട്ടുള്ളത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് ഇപ്പോൾ സ്ത്രീകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഇതിപ്പോൾ എല്ലാ സ്ത്രീകൾക്കും അതിൻ്റെ ഗുണം ലഭിക്കുമോ? എന്താണ് അഭിപ്രായം? ഇതിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ബസ്സുകളും ഓർഡിനറി, ഇപ്പം നേരത്തെ ഓർഡിനറി ആയിട്ട് ഓടിക്കൊണ്ടിരുന്ന ബസ് വരെ സിറ്റി ഫാസ്റ്റ് ആക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അപ്പം പ്രിയദർശിനി മാത്രം നോക്കി എല്ലാ സ്ത്രീകളും നിൽക്കത്തില്ല. എല്ലാവരും ഇപ്പം ബസ് യാത്ര ചെയ്യുന്നവരെന്ന് എന്തായിരുന്നാലും ഇപ്പം ജോലിക്ക് പോകുന്നവരായിരിക്കും, അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുന്ന പിള്ളേരായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളവരാണ് കൂടുതലും ബസ്സുകളിൽ യാത്ര ചെയ്യുന്നത്. അപ്പം ഇപ്പം ഈ പ്രിയദർശിനി ഇപ്പോൾ ഓർഡിനറി ബസ് വരെ അല്ല സിറ്റി ഫാസ്റ്റ് ആക്കിയ സ്ഥിതിക്ക് പ്രിയദർശിനിക്കകത്ത് എല്ലാവരും സ്ത്രീകളും വെയിറ്റ് ചെയ്ത് നിൽക്കാറില്ല. അവർക്ക് ഏതാണോ കിട്ടുന്ന ബസ് അതിൽ നോക്കിയല്ലേ എല്ലാവരും പോകാൻ ശ്രമിക്കാറുള്ളൂ. അതുകൊണ്ട് ഇത് ഒരു യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ആശാ വർക്കേഴ്സിന്റെ ഓണററി 21,000 രൂപ വർദ്ധിപ്പിക്കുന്നതായിരുന്നല്ലോ പ്രകടന പത്രികയിൽ കോൺഗ്രസ് പറഞ്ഞിരുന്നത്. എങ്കിൽ ഇപ്പോൾ ബജറ്റ് പാസ്സാക്കിയപ്പോൾ അതിനെക്കുറിച്ചൊന്നും അതിൽ പറയുന്നില്ല. അപ്പോൾ ഇതൊരു അവരോട് ചെയ്യുന്ന ഒരു ചതിയായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നു. ആശാ വർക്കേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഏരിയയിലായിരുന്നാലും ആൾക്കാർക്ക് സോഷ്യൽ വർക്കറായിട്ട് അവർ പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് നാട്ടുകാരിലേക്ക് കൂടുതൽ ഇറങ്ങി ചെല്ലുന്നതോ അല്ലെങ്കിൽ ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാർഡ് കൂടുതൽ അറിയാന്നുള്ള ആശാ വർക്കേഴ്സിനായിരിക്കും. അപ്പോഴത്തേക്ക് അവർ അത്രയും ഫീൽഡ് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആശാ വർക്കേഴ്സിന് ഉറപ്പായിട്ടും ഓണറേറിയം കൂട്ടി കൊടുക്കേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരു മിനിമം വേതനം പോലും ആശാ വർക്കേഴ്സിന് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഒരു 21,000 ഒക്കെ അവർക്ക് ഓണറേറിയം കൂട്ടുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. പക്ഷേ ഈ ബഡ്ജറ്റിൽ ഇതുവരെയും നേരത്തെ സർക്കാർ വരണതിന് മുന്നേ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം പുതിയ ബഡ്ജറ്റിൻ്റെ അത് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അവർക്ക് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ആശാ വർക്കേഴ്സാണ് ഏറ്റവും കൂടുതൽ ഫീൽഡിൽ ഇറങ്ങുന്നതും ആൾക്കാരുമായിട്ട് കൂടുതൽ മിങ്കിൾ ചെയ്യുന്നതും അവരായിരിക്കും. അതായത് UDF സർക്കാരിന്റെ ആദ്യ ബജറ്റാണല്ലോ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? കേട്ടിടത്തോളം കുഴപ്പമില്ലാത്ത ബഡ്ജറ്റാണെന്ന് തോന്നുന്നു. 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് ആണ് ഉമ്മൻചാണ്ടി ഇൻഷുറൻസിന് വേണ്ടി പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോൾ നമ്മുടെ ബജറ്റിൽ 10 കോടി മാത്രമാണ് മാറ്റി വെച്ചേക്കുന്നത്. നമ്മുടെ കേരളത്തിൽ 90 ലക്ഷം കുടുംബങ്ങളോളം ഉണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താ? എനിക്ക് തോന്നുന്നത് ഘട്ടം ഘട്ടമായിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുമ്പം തുടക്കത്തിൽ വളരെ പാവപ്പെട്ടവർക്ക് കൊടുക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഓരോ ഘട്ടമായിട്ട് അടുത്ത സ്റ്റേജിലുള്ളവർക്ക് പോട്ടെ, അതല്ലേ നല്ലത്. അങ്ങനെ മതി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ബഡ്ജറ്റിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്താ അഭിപ്രായം? അവര് അതൊക്കെ ക്രമീകരിക്കുകയായിരിക്കും. UDF സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. പറയുന്ന വാക്ക് അവർ എന്തായാലും പാലിക്കും. ഈ പ്രാവശ്യം കൊണ്ടുവരുമായിരിക്കും. ജസ്റ്റ് മിസ്സായതായിരിക്കും പറയാനായിട്ട്. അതിൻ്റെ എല്ലാം അവർ ചെയ്യുമായിരിക്കും. കേരളത്തിന്റെ തനത് വരുമാനം ദേശീയ ശരാശരിയേക്കാൾ തന്നെ കുറവാണെന്നാണ് മുഖ്യമന്ത്രി തന്നെ സമ്മതിച്ചിട്ടുള്ളത്. എന്നിട്ട് വൻകിട പദ്ധതികളൊക്കെ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനൊരു അസ്വാഭാവികത തോന്നുന്നുണ്ടോ? ഇല്ല, എന്തെങ്കിലും വരുമാനത്തുള്ള മാർഗം കണ്ടു കാണും. അല്ലാതെ പിന്നെ കാരണം ബാക്കി കഴിഞ്ഞ ഗവൺമെന്റും പിന്നെ ഖജനാവ് ബാക്കി കാലിയാക്കിയിട്ട് പോയെന്നല്ലേ പറയുന്നത്. ഇത്രയും വലിയ പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ അതിന് ഉള്ള എമൗണ്ട് കയ്യിലുണ്ടോ ഇല്ലെന്ന് സ്വാഭാവികം എല്ലാവർക്കും സംശയം വരുന്ന കാര്യമാണ്. അതുകൊണ്ട് നോക്കാം നടക്കുമില്ലെന്ന് എന്തെങ്കിലും. കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കിഫ്ബി പദ്ധതിയെ പിന്നെ UDF നല്ല രീതിയിൽ തള്ളിക്കളഞ്ഞ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അധിക്ഷേപിച്ചിരുന്നു. ഇപ്പോൾ അവർ അതുമായിട്ട് സമഗ്രമായിട്ട് മുന്നോട്ട് പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് എന്താ അഭിപ്രായം? ഇപ്പം എന്താ പറയണ്ടേന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഈ പാർട്ടിക്കാരെന്ന് പറയുന്നത് എനിക്ക് വലിയ യോജിപ്പില്ല. കാരണം ഒരു പാർട്ടിയോടും ഞാനൊരു ഇതില്ല. കാരണം കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും BJP ആണെങ്കിലും അവരവരുടെ പാർട്ടി അവരവർ മുമ്പോട്ട് കൊണ്ടുപോകും ഇല്ലേ? അതിപ്പോൾ അങ്ങനെയാണ്. അപ്പം ഒരു പാർട്ടിക്കാർ ജയിക്കുമ്പോൾ മറ്റേ പാർട്ടിക്കാർ തോറ്റു. പക്ഷെ അവർ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇവർ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അവർ രണ്ടിനും കൂടെ ഒരുമിച്ച്, കാരണം അവരുടെ നയങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്, എങ്കിൽ അവർ പറഞ്ഞു വെച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതിനോട് എനിക്കൊരു യോജിപ്പില്ല. കാരണം ചെയ്യാൻ പറ്റുന്നത് അതല്ലെങ്കിൽ വേറൊരു കാര്യം ഏറ്റെടുത്ത് ചെയ്യുക ഇല്ലേ? ഒരാൾ തുടക്കമിട്ടതിനെ എടുത്ത് പിടിച്ചിട്ട് ഞങ്ങളത് ചെയ്തു എന്ന് പറയുന്നതിനോട് എനിക്കൊരു ഇതില്ല. എല്ലാ പാർട്ടിക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചു എന്ന് വയ്ക്കുക, അപ്പോൾ നേരെ കമ്മ്യൂണിസ്റ്റിനെ കുറ്റം പറയും. കമ്മ്യൂണിസ്റ്റ് ജയിച്ചു എന്ന് വയ്ക്കുക, നേരെ കോൺഗ്രസിനെ കുറ്റം പറയും. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് BJPനെയും കുറ്റം പറയും. അതുകൊണ്ടിട്ട് ആ ഒരു നയത്തിനോട് എനിക്ക് വലിയ യോജിപ്പ് കാര്യങ്ങളൊന്നും. ഉമ്മൻചാണ്ടി ഇൻഷുറൻസിന് ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകാമെന്നല്ലേ പറഞ്ഞു. അപ്പോൾ ഈ ബജറ്റിൽ ആകെ 10 കോടി രൂപ മാത്രമേ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ കേരളത്തിൽ 95 ലക്ഷം കുടുംബങ്ങളോളം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ വകയിരുത്തും? എന്താ തോന്നാൻ? അതാണ് ഞാൻ പറഞ്ഞത്.
ഒന്നും മീൻസ് ഇപ്പം തന്നെ വേറൊരു സംഭവം ഞാൻ പറയാം. ലേഡീസിന് വേണ്ടിയിട്ടൊരു ബസ് അല്ലേ, ഫ്രീ സർവീസ് എന്ന് പറഞ്ഞിട്ടൊരു ബസ് ഇറക്കിയിട്ടുണ്ട്. അതിന് മുന്നിൽ എന്തെങ്കിലും ഒരു ഇത് കണ്ടിട്ട് തന്നെ ആയിരിക്കണം ഈ ഒരു സർക്കാർ ഇങ്ങനൊരു നയം മുമ്പോട്ട് വെച്ചിട്ടുണ്ടാവും. അതിലിപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഇത്ര ദൂരത്ത് മാത്രമാണ് സഞ്ചരിക്കാൻ പാടുള്ളൂ, അതും ഇന്ന സമയങ്ങളിലാണ് ഇല്ലേ. അല്ലെങ്കിൽ എല്ലാ ബസ്സിലും ലേഡീസിന് എന്ത് ചെയ്യണമായിരുന്നു, കുറച്ച് വെക്കണമായിരുന്നു. ഇതിപ്പം അതിനുള്ളിൽ കയറുന്നത് ഭൂരിഭാഗവും ലേഡീസ് തന്നെയാണ്. ആണുങ്ങൾ കുറവാണെന്ന് പറയണമെങ്കിൽ പറയാം, ബസ്സിൽ യാത്ര ചെയ്യും. അപ്പോൾ ഇത് നഷ്ടത്തിലാണെന്ന് അറിഞ്ഞിട്ട് തന്നെയും അങ്ങനൊരു നയം അവർ പറഞ്ഞു പോയതിൻ്റെ പേരിൽ എന്ത് ചെയ്തു, അത് പ്രാവർത്തികമാക്കി. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. അവർ ചിലപ്പോൾ പറഞ്ഞു പോയത് എന്ത് ചെയ്യും, ജയിച്ചതിൻ്റെ പേരിൽ നമുക്ക് ചെയ്തേ പറ്റൂ എന്നുള്ള രീതിയിൽ അവർ ചെയ്ത് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നതാണ്. ഇപ്പോൾ 5 ലക്ഷം രൂപ അല്ല 10 ലക്ഷം രൂപ ഒരു ഫാമിലിക്ക് കൊടുക്കുന്നത് വേറെ ആ ഫാമിലി വരുന്നത് എങ്ങനെയായിരിക്കും, അത്രയും കഷ്ടപ്പെട്ടിട്ടുള്ള ഫാമിലി തന്നെയായിരിക്കും. അപ്പോൾ അവർക്ക് കൊടുക്കേണ്ടത് അവർക്ക് കയ്യിൽ എത്തുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ കുറച്ചൊരു ഇതാണ്. കാരണം 10 മാറ്റി വെച്ചു എന്ന് പറഞ്ഞാൽ 10 കോടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. അതും മാറ്റി വെച്ചിട്ടുണ്ടാവുമോ? LDF പ്രകടന പത്രികയിലെല്ലാം നടപ്പിലാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു പാർട്ടിയിലും വിശ്വസിക്കുന്നില്ല. ഏത് പാർട്ടി ജയിച്ചാലും അവരുടെ ഫാമിലി രക്ഷപ്പെടും. ഇപ്പോൾ BJP ജയിച്ചാലും അവരുടെ ഫാമിലി രക്ഷപ്പെടും. ഈ വോട്ട് പിടിക്കാൻ വരുന്ന കുറച്ച് സമയമുണ്ട്, ആ സമയത്ത് മാത്രമാണ് ഈ ആൾക്കാർ വീടുകളിൽ കണ്ടിട്ടുണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ഈ വീടുകളിൽ ചിലപ്പോൾ അപ്പച്ചന്മാരുണ്ടാവും, അമ്മച്ചിമാരൊക്കെ ഉണ്ടാവും. ഒന്ന് വഴിയിലോട്ട് വീണു പോകുന്ന വീടുകളുണ്ടാവും. ജസ്റ്റ് അപ്പോഴും വന്ന് അവരൊരു ഇത് കൊടുത്തിട്ട് അങ്ങ് പോണതല്ലാണ്ട് തിരിഞ്ഞു നോക്കുന്ന ഏതെങ്കിലും പാർട്ടിക്കാരുണ്ടോ? ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ചെയ്യും ഇത് ചെയ്യും അതൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഏതെങ്കിലും പാർട്ടിക്കാർ കറക്റ്റ് ലെവലിൽ പോകുന്നുണ്ടോ? ഇല്ല. അതങ്ങനെ തന്നെയാണ്. പറയും, വാഗ്ദാനങ്ങൾ ഒരുപാട് കൊടുക്കും, പക്ഷെ ആരും അതെന്ത് ചെയ്യില്ല, പ്രാവർത്തികമാക്കില്ല. പക്ഷെ LDF ഏറെക്കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അത് സപ്പോർട്ട് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ അത് ഇനിയും അങ്ങോട്ട് പോയാൽ ഓക്കെയാണ്, ഇല്ലാച്ചാലും ഓക്കെ അല്ല. കേന്ദ്ര സർക്കാർ ധാരാളം വികസന പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നല്ലോ. കേന്ദ്ര സർക്കാർ കൊണ്ടുവരുമ്പോൾ പറയും കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നു, കേരള സർക്കാർ കൊണ്ടുവരുമ്പോൾ പറയും കേരള സർക്കാർ കൊണ്ടുവന്നു. ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, എല്ലാവരും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഇല്ലേ. എല്ലാവരും എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കി ചെയ്യണില്ലെങ്കിൽ കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഏത് പാർട്ടി കയറിയാലും പാവപ്പെട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്ന് പറയണില്ല. പക്ഷെ അത് ഇപ്പം തന്നെ കഴിഞ്ഞ ഏകദേശം എത്രയോ മാസങ്ങളോളം എൻ്റെ അമ്മ ഉൾപ്പെടെ പെൻഷൻ കിട്ടാണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് കറക്റ്റ് കൊടുക്കുമെന്ന് പറയുന്നുണ്ട്, കൊടുത്തു തുടങ്ങിയെന്നാണ് പറയണത്. അത് ഇനി ആ പാവപ്പെട്ടവർക്ക് കയ്യിൽ എത്തട്ടെ, അതാണ് പറയുന്നത്. ഏത് സർക്കാർ കയറിയാലും ഏത് പാർട്ടിക്കാർ കയറിയാലും രക്ഷപ്പെടുത്തുമെന്ന് പറയുന്ന ആൾക്കാരെ ഒന്ന് രക്ഷപ്പെടുത്തുക. അല്ലാണ്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ അയ്യോ ഫണ്ട് തീർന്നു പോയി അല്ലെങ്കിൽ അത് തീർന്നു പോയി, കുറേ ആൾക്കാർ ഇങ്ങനെ കയറി ഇറങ്ങും പെൻഷന് വേണ്ടിയിട്ട്. അപ്പം അതൊന്നും ഇല്ലാണ്ട് ആ ഒരു ചെയ്യുന്ന പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ ബജറ്റിൽ 2047 കോടി ആരോഗ്യരംഗം വിപുലമാക്കുന്നതിന് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ തകർന്നടിഞ്ഞിരിക്കുന്ന ആരോഗ്യരംഗം അറിയാലോ, LDF പരിശാഖ ഇതായിട്ടിരുന്ന ആരോഗ്യരംഗം അത് പുനർനിർമ്മിക്കവർക്ക് ഇത് മതിയാവുമോ? ഞാൻ ബഡ്ജറ്റ് നേരെ കണ്ടില്ല, രാവിലെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഇറങ്ങിയതാണ്, അല്ലാതെ കാണാൻ സാധിച്ചില്ല. ഇവിടെ ആയിപ്പോയി. ഈ ഷോറൂമിലുള്ള സെയിൽസ്മാനാണ്. അങ്ങനെ എത്രയാണെന്ന് എനിക്കറിയില്ല എമൗണ്ട്. അതാണ് 2047 കോടിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അത്രയും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളും അല്ലാതെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത്രയും പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ബജറ്റിൽ പറയുന്നത് തിരുവനന്തപുരത്ത് വീണ്ടും ഒരു മെഡിക്കൽ കോളേജ് കൂടി വരുന്നുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ കാസർഗോഡ് വേറൊരു മെഡിക്കൽ കോളേജ് ഇല്ല, അവിടെയല്ലേ വരേണ്ടത്? അവിടെ യഥാർത്ഥത്തിൽ കാസർഗോഡ് വേണ്ടതാണ്. പക്ഷേ നിലവിലെ തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ രോഗികളെ ഉൾപ്പെടുത്താനുള്ള പരിമിതികൾ ഇപ്പോൾ ഒരുപാടുണ്ട്. തറയിൽ കിടക്കുന്നുണ്ട്, ഒരു ബെഡ് 2 പേര് കിടക്കുന്നുണ്ട്. അപ്പം ഇവിടെയും അത്യാവശ്യമാണ്. കാരണം പത്തനംതിട്ട, കൊല്ലം ഈ 2 ജില്ലയിൽ മെഡിക്കൽ കോളേജ് ഇല്ലല്ലോ, അതെല്ലാം ഇവിടെയെല്ലാം ഉൾക്കൊള്ളുന്നു. അപ്പോൾ ഇവിടെ അത്യാവശ്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ കാസർഗോഡും പറഞ്ഞ എല്ലാ ജില്ലയിലും മെഡിക്കൽ കോളേജ് വേണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ സാധാരണക്കാർക്ക് കൈത്താങ്ങാകുന്ന സാമൂഹ്യ ക്ഷേമ പെൻഷൻസ് ഒന്നും ഇവർ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള അഭിപ്രായം എന്താ? അത് കൂട്ടിയിട്ടുമില്ല. ഇപ്പോൾ ഒരു സാധാരണക്കാരന് ജീവിക്കണമെങ്കിൽ അവന് അടിസ്ഥാനപരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജീവിക്കാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഓരോ ദിവസം കഴിയുന്നതോറും സാധനങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് ആ നിർത്തനായവർക്ക് അവർക്ക് കൊടുക്കേണ്ടതായ പെൻഷൻ അത് കൂട്ടി തന്നെ കൊടുക്കണം. അതിനുള്ളൊരു പോകുമ്പോഴേ എന്തായാലും കണ്ടെത്തുക തന്നെ വേണം. ബഡ്ജറ്റിൽ അത് ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും അത് വരും ദിനങ്ങളിൽ അത് കണ്ടറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ
നമ്മുടെ പ്രകടന പത്രികയിലെല്ലാം നടപ്പിലാക്കുമെന്ന് തോന്നുന്നുണ്ടോ UDF സർക്കാർ? UDF സർക്കാർ ഇതുവരെയും നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോഴേ അതിൽ തന്നെ ഒരു ഉറപ്പ് നമുക്ക് അത് പ്രതീക്ഷിക്കാം. അതെന്തായാലും അവർ ചെയ്യും. കിട്ടുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. അത് വലിയൊരു കഷ്ടമായി പോയി. 3000 രൂപ ആക്കുമെന്ന് പറഞ്ഞു. വേറെ എന്താണ് പറയാനില്ല. കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എനിക്കും ഇതോ പെൻഷൻ കിട്ടുന്നത് തന്നെ. ഇനി ഓരോ തീരുമാനങ്ങൾ എടുക്കണ്ടേ? കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. സമ്മിശ്രങ്ങളായ അഭിപ്രായങ്ങളാണ് ജനങ്ങളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. വാഗ്ദാനങ്ങൾ കടലാസിൽ ഒതുങ്ങുമോ അതോ പ്രാബല്യത്തിൽ വരുമോ എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. തത്വമയി ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ ശ്യാമിനൊപ്പം അതുല്യ.